ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു നോർത്ത് ഇന്ത്യൻ ഡെസേർട്ട് ഉണ്ടാക്കിയാലോ. നവാബി ഷമായി എന്നാണ് എൻ്റെ പേര്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാനിതാ 250 ഗ്രാം ഇതുപോലെ നല്ല തിന്നായിട്ടുള്ള വേർമിസെല്ലി നോക്കിയെടുക്കുക. അതൊന്ന് കൈ കൊണ്ട് ക്രഷ് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു സോസ് പാനിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കാഷ്യൂ നട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ സെയിം ഓയിലിൽ തന്നെ കുറച്ച് ബട്ടറും കൂടി ഇട്ട് ഈ വേർമിസെല്ലി ഒന്ന് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെക്കണം ഈ ടൈമിൽ. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത വേർമിസെല്ലിയാണ്, എന്നാലും ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇടാം. പിന്നെ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഈ മിക്സ് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇതിലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാടമം പൗഡർ ഇടുന്നുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂ നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ക്രീം ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിതാ 3/4 ലിറ്റർ പാലൊന്ന് ചൂടാക്കാൻ വെച്ചിന്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പിന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ കണ്ടൻസ്ഡ് മിൽക്ക് എന്തായാലും ഒഴിക്കണം, എന്നാലേ ക്രീമിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് മധുരം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ബാക്കി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് പാലിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലേ ഇത് തിക്ക് ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആവുള്ളൂ. ഈ ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒഴിക്കാൻ, ഇല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. ഇനി ഇത് കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് കട്ടിയായി വന്നോളും. അപ്പോൾ ഓഫാക്കാം. ഇനി നമുക്കിത് ഒരു പുഡിങ്ങിൻ്റെ ട്രേയിൽ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ വേർമിസെല്ലിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. അത് ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുക. സെക്കൻഡ് ലെയറായിട്ട് ക്രീം ഒഴിക്കുന്ന സമയത്ത് അത് അടിയിലേക്ക് പോകാത്ത തരത്തിൽ ആ ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കിയ ക്രീമിൻ്റെ മിക്സ് ഈ ഒരു ട്രേക്ക് കറക്റ്റാണ്. ഇനി തേർഡ് ലെയറായിട്ട് നേരത്തെ വേർമിസെല്ലി മിക്സ് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിടുമ്പം കുറച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക, കാരണം ആ ക്രീമുമായിട്ട് മിക്സ് ആവാണ്ടിരിക്കണം. മെല്ലെ ഇട്ട് കൊടുക്കാൻ നോക്കണം. ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് വെച്ച് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള കാഷ്യൂ നട്ട്സും ബദാമുമാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളത് അത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. പിസ്ത വെക്കാം, മുന്തിരി വെക്കാം, ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾ ഇതുവരെ ഈ നവാബി ഷമായി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ പാർട്ടി ആയിക്കോട്ടെ, സൽക്കാരായിക്കോട്ടെ, എന്തിനും ഡെസേർട്ടായിട്ട് പുഡിങ് തന്നെ ഉണ്ടാക്കി മടുത്തവർക്ക് ഈ നവാബി ഷമായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവർക്ക് പറ്റിയൊരു ബെസ്റ്റ് ചോയ്സാണിത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാ. ബൈ.